ഹായ് എവരിവൺ, എല്ലാവരും ന്യൂ ഇയർ ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യൂത്ത് മൊബിലിറ്റി വിസ സ്കീമിനെ പറ്റിയിട്ടുള്ളതാണ്. ഞാൻ നവംബറിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. യൂത്ത് മൊബിലിറ്റി വിസയ്ക്ക് വേണ്ടി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടതെന്ന് ഒരു വീഡിയോ ചെയ്തായിരുന്നു. കുറച്ച് പേരെങ്കിലും അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്. ജനുവരി 17 to 19 ആണ് ആ ഡേറ്റ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് 48 hours ആണ് ടൈം കിട്ടുന്നത് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനാദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് UK ഗവൺമെന്റിന്റെ സൈറ്റിൽ കയറുക. www.gov.uk എന്നുള്ള സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂത്ത് മൊബിലിറ്റി സ്കീം വിസ എന്നുള്ളതിനെ പറ്റി. അതിൽ ബാലറ്റ് സിസ്റ്റം എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ഒരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് ഇംഗ്ലീഷിലായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ സബ്ജക്ട് ലൈനിൽ നമ്മൾ നമ്മുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട് നമ്പർ ഇത്രയും മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ എക്സാമ്പിൾ ആയിട്ട് അവിടെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അതായത് ഒരു ആളുടെ പേര് വെക്കുക, അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് വെക്കുക, അതിനുശേഷം പാസ്പോർട്ട് നമ്പർ. അതൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത്. അതിനുശേഷം ബോഡി ഓഫ് ദ ഇമെയിലിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം കാര്യങ്ങൾ തന്നെയാണ് വേണ്ടത്. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട് നമ്പർ, അതുകൂടാതെ നമ്മുടെ മൊബൈൽ നമ്പറും കൂടെ എൻട്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനും ഒരു എക്സാമ്പിൾ അവർ കൊടുത്തിട്ടുണ്ട്. പല പല രാജ്യങ്ങളുടേതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഹോങ്കോങ്, തായ്വാൻ, ജപ്പാൻ, അങ്ങനെയുള്ള രാജ്യങ്ങളുടേത് മോഡല് അവരൊരു എക്സാമ്പിൾ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് നോക്കി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് താമസിക്കേണ്ട, അത് ഇന്ത്യയുടെയും അങ്ങനെ വരും. അപ്പൊ നമുക്ക് അത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് കൂടാതെ അവർ പറയുന്നത് നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ സക്സസ്ഫുൾ ആണെങ്കിൽ ബൈ 28th ജനുവരിക്കുള്ളിൽ നിങ്ങൾക്കൊരു ഇമെയിൽ വരുന്നതായിരിക്കും. അതായത് ജനുവരി 17 to 19 ആണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത്. 48 hours ആണ് നമുക്ക് ടൈം കിട്ടുന്നത് ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഈ ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബൈ 28th ജനുവരിക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ റിസീവ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ. അതിനുശേഷം നിങ്ങൾക്ക് 30 days ടൈം ഉണ്ട്. ആ ടൈമിനുള്ളിലാണ് നിങ്ങൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഈ 30 days ടൈമിനുള്ളിൽ ഈ ഇമെയിലിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടാകും. അതായത് എന്തൊക്കെയാണ് പേയ്മെന്റ് നടത്തേണ്ടതെന്നും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നും ഈ ഇമെയിലിൽ നിങ്ങൾക്ക് അവർ സെൻഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ നമ്മൾക്ക് ഇതെല്ലാം സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് 30 days ആണ് നമുക്ക് കിട്ടുന്നത്. ഈ 30 daysനുള്ളിൽ നിങ്ങൾ ഇതെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പേയ്മെന്റ് നടത്തിയതിനു ശേഷം നിങ്ങൾ വിസ സെന്ററിൽ 90 daysനുള്ളിൽ നിങ്ങൾ ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. 90 daysനുള്ളിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും വിസ സെന്ററിൽ പോയി സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വിസ സെന്ററിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും അതുകൂടാതെ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓർ ബയോമെട്രി അതിൽ വരുന്നത് പാസ്പോർട്ടിന്റെ കോപ്പിയും അതുകൂടാതെ TBയുടെ ടെസ്റ്റിന്റെ സർട്ടിഫിക്കറ്റും കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നതായതുകൊണ്ട് തീർച്ചയായിട്ടും TBയുടെ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ അപ്പോയിന്റ്മെന്റിന് ശേഷം 3 weeksനുള്ളിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡിസിഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം സക്സസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് 90 daysനുള്ളിൽ UK എത്താൻ സാധിക്കും. ഈ വിസ നിങ്ങൾക്ക് 2 yearsലേക്കുള്ളതാണ്. യൂത്ത് മൊബിലിറ്റി വിസ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, തീർച്ചയായിട്ടും യൂത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് 18 to 30 yearsനുള്ളിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് UK 90 daysനുള്ളിൽ എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ രണ്ടാമത് പിന്നെ വിസ പ്രോസസ്സിംഗ് ചെയ്യേണ്ട കാര്യമില്ല. എക്സ്റ്റൻഷന് വേണ്ടി അപ്ലൈ ചെയ്താൽ മതി. പക്ഷെ എന്നാലും നിങ്ങളുടെ ആ 2 year എക്സ്പയറി എന്ന് പറയുന്നത് കറക്റ്റ് നിങ്ങൾക്ക് വിസ അടിക്കുന്നതിന്റെ ടൈം തൊട്ടുള്ള ആ ഡേറ്റ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിലൊരു ചേഞ്ചസ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ആ 2 years നിങ്ങൾക്ക് വിസ അടിക്കുന്ന ആ ടൈം തൊട്ട്, അതായത് വിസ എക്സ്റ്റൻഷൻ്റെ അല്ല, ആ വിസ അടിക്കുന്ന ടൈം തൊട്ട് നിങ്ങളുടെ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ്. ഈവൻ നിങ്ങൾക്ക് കൊറോണ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അത് അവർ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അൺസക്സസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞ് 2 weeksനുള്ളിൽ അതിന്റെ റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും ആപ്ലിക്കേഷൻ അൺസക്സസ്ഫുൾ എന്നുള്ള കാര്യത്തിൽ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അൺസക്സസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമം വിചാരിക്കേണ്ട. കാരണം നിങ്ങൾക്ക് സെക്കൻഡ് ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ജൂലൈ 2022 തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീണ്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്.
യൂത്ത് മൊബിലിറ്റി വിസ സ്കീമിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യം എല്ലാം ഞാൻ നവംബറിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിലുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടുന്നതാണ്. അപ്പം നിങ്ങൾക്കത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക്